ഹായ്, ഞാൻ ഐശ്വര്യ. എല്ലാവർക്കും സിമ്പിൾ റെസിപ്പീസിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ഒരു മത്തങ്ങ പച്ചടിയുടെ റെസിപ്പിയുമായിട്ടാണ്. മത്തങ്ങ കൊണ്ട് ഉണ്ടാക്കാവുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു വിഭവമാണ് മത്തങ്ങ പച്ചടി. അപ്പോൾ നമുക്കിതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കിയിട്ട് വരാം. അപ്പം ആവശ്യത്തിന് മത്തങ്ങ എടുത്തിട്ട് അതിൻ്റെ തൊലിയൊക്കെ ചെത്തിക്കളഞ്ഞ് ഇത്ര വലിപ്പത്തിലാണ് ഞാൻ അരിഞ്ഞിരിക്കുന്നത്. കുറച്ച് കട്ടിയിൽ വേണം ഇത് അരിയാൻ, കാരണം വെന്ത് കഴിയുമ്പോൾ ഇത് പെട്ടെന്ന് അങ്ങ് ഉടഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഇതിലേക്ക് ഒരു 2 പച്ചമുളകും കൂടി ചേർത്തിട്ടുണ്ട്. ഇനിയിപ്പം ഇതുപോലെ ഒരു ചെറിയ കുക്കറിലിട്ടിട്ടാണ് ഇത് വേവിക്കുന്നത്. അടച്ചു വെച്ച് ഒന്നുമല്ല വേവിക്കുന്നത്. കുക്കറിനകത്തിട്ട് അല്പം വെള്ളം ഒഴിച്ചിട്ട് മഞ്ഞൾപ്പൊടി ഉപ്പുമിട്ട് ആണ് നമ്മളിങ്ങനെ വേവിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പം ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ചേർക്കാം. അപ്പം എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് ഒരുപാട് വെള്ളം ചേർക്കേണ്ട. ആദ്യമേ തന്നെ വേവാൻ ആവശ്യത്തിനുള്ള വെള്ളം മാത്രം ചേർത്താൽ മതി. കാരണം ഒരുപാട് വെള്ളമായി കഴിഞ്ഞാൽ പച്ചടി ഒത്തിരി ഒരു ലൂസായിട്ടുള്ളൊരു കൺസിസ്റ്റൻസി ആവാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് ആവശ്യത്തിന് വെള്ളം ചേർത്ത് ഇത് വേവിച്ചെടുക്കുക. അടച്ചു വെക്കുകയൊന്നും വേണ്ട, തുറന്ന് വെച്ചാലും മതി, ഇത് വെന്ത് വന്നോളൂ. അപ്പോൾ ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്യുകയല്ല, എന്നിട്ട് ഇത് അടച്ചു വെക്കുക. ഈ സമയം കൊണ്ട് നമുക്ക് ഇതിലേക്ക് ചേർക്കാൻ ആവശ്യമായിട്ടുള്ള അരപ്പ് തയ്യാറാക്കണം. അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കിയിട്ട് വരാം. ഞാനിവിടെ എടുത്തിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 1/2 കപ്പ് നാളികേരമാണ് എടുത്തിരിക്കുന്നത്. അതിലേക്ക് ഒരു നുള്ളു ജീരകം ചേർത്തിട്ടുണ്ട്, ഒരു ചെറിയ ചുവന്നുള്ളിയും കൂടി ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഇതാണെങ്കിൽ നമ്മൾ മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ടാണെങ്കിൽ നല്ല അല്പം വെള്ളം ഒഴിച്ചിട്ട് നല്ല മഷി പോലെ അരച്ചെടുക്കണം. പച്ചടിക്കൊക്കെ എന്ന് പറഞ്ഞാൽ നല്ല പോലെ അരയണം, ഒട്ടും തരിയില്ലാതെ നല്ല പോലെ അരച്ചെടുക്കണം. അതാണ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്. അല്പം വെള്ളം ചേർത്ത് അരച്ചെടുക്കാം. അപ്പോൾ ഞാനിത് നല്ലവണ്ണം അരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ചില സ്ഥലങ്ങളിൽ ഇതിലേക്ക് അരച്ച ശേഷമാണെങ്കിൽ അല്പം കടുകൊന്ന് ചതയ്ക്കാറുണ്ട്. അപ്പോൾ ഞാനിതിലത് ചേർത്തിട്ടില്ല. എനിക്ക് ഏകദേശം വെന്ത് വരുന്നതേ ഉള്ളൂ, പക്ഷേ മൊത്തത്തിൽ വെന്തിട്ടില്ല. വെന്ത് കഴിഞ്ഞാൽ ഇതൊന്ന് ഉടഞ്ഞു വരും. ആ പാകത്തിനാണ് ഇത് അടുപ്പിൽ നിന്ന് വാങ്ങേണ്ടത്. വെള്ളം പോരാന്ന് തോന്നിയതുകൊണ്ട് ഇടയ്ക്ക് ഒരല്പം വെള്ളം കൂടി ചേർത്ത് കൊടുത്തിട്ട് ഇപ്പോൾ കണ്ടോ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഈ ഒരു പരുവം മതി നമുക്ക്. അപ്പം ഈ രീതിയിൽ വെന്ത ശേഷമാണ് നമുക്ക് ഇതിലേക്കാണെങ്കിൽ അരച്ചു വെച്ചിരിക്കുന്ന തേങ്ങ ചേർത്ത് കൊടുക്കാം. അപ്പം ആവശ്യത്തിനുള്ള തേങ്ങ ചേർക്കുക. അരപ്പ് കൂടുതൽ വേണ്ടവർക്ക് കൂടുതൽ ചേർക്കാം, കുറച്ച് വേണ്ടവർക്ക് കുറച്ച് ചേർത്താൽ മതി. അതുപോലെ തന്നെ ഇതിൽ ചേർക്കുന്ന വെള്ളത്തിൻ്റെ അളവ് ഞാൻ പറഞ്ഞല്ലോ, പച്ചടി നല്ല തിക്കായിട്ട് ഇരിക്കണം എന്നുണ്ടെങ്കിൽ അല്പം മാത്രം വെള്ളം ചേർത്താൽ മതി. എന്നാൽ കുറച്ചൊന്ന് ലൂസായിട്ട് വേണമെന്നുണ്ടെങ്കിൽ ആവശ്യത്തിനുള്ള വെള്ളം ചേർക്കുക. അപ്പോൾ ഇനി തേങ്ങ ഇട്ടിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് തിളച്ചാൽ മതി. അതിൻ്റെ ആ പച്ചമണമോ തേങ്ങയുടെ പച്ചമണമൊക്കെ ഒന്ന് മാറണം. അപ്പോൾ ഈ സമയത്ത് നമുക്ക് ഉപ്പ് നോക്കാം. ഉപ്പ് ആവശ്യത്തിന് ഇല്ലെന്നുണ്ടെങ്കിൽ അല്പം ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് ഒരു 5 മിനിറ്റ് ആ പച്ചമണം മാറാൻ വേണ്ടി അടുപ്പിൽ തന്നെ വെക്കുക. എന്നിട്ട് നമുക്കിത് വാങ്ങി വെക്കാം. ആണെങ്കിൽ ഞാൻ അടുപ്പിൽ നിന്ന് വാങ്ങി വെച്ചിട്ട് അതിലേക്ക് ആവശ്യത്തിന് കടുക് താളിക്കാനുള്ള എണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ്. വെളിച്ചെണ്ണയാണ് കടുക് താളിക്കാൻ വേണ്ടി എടുത്തിരിക്കുന്നത്. ഇതിലേക്ക് ആവശ്യത്തിനുള്ള കടുക്, കറിവേപ്പില, വറ്റൽമുളക് എന്നിവ ചേർത്ത് കൊടുക്കുക. വേറെ ഒന്നും താളിക്കാൻ വേണ്ടി ഇട്ട് കൊടുക്കാറില്ല. അപ്പോൾ വാങ്ങി വെച്ച ശേഷം കടുകും താളിച്ചിട്ട് നമുക്ക് ഈ പച്ചടിയുടെ കഷ്ണങ്ങളാണെങ്കിൽ അങ്ങനെ ആറാൻ വേണ്ടി വെക്കണം. ആറിയ ശേഷം മാത്രമേ നമുക്കതിലേക്ക് തൈര് ചേർക്കാൻ പാടുള്ളൂ. അല്ലാതെ ചൂടോടെ ഒരിക്കലും ഇതിലേക്ക് തൈര് ചേർക്കാൻ പാടില്ല. നമുക്കിപ്പം കടുക് താളിച്ചതാണെങ്കിൽ നമ്മുടെ വെന്ത കഷ്ണങ്ങളിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇത് ആറാൻ വേണ്ടി കുറച്ച് സമയമാണെങ്കിൽ മാറ്റി വെക്കാം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആറിയ ശേഷം മാത്രമേ തൈര് ചേർക്കാവുള്ളൂ. തൈര് ചേർക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഒട്ടും വെള്ളം ചേർക്കാതെ തൈര് ചേർക്കണം. നല്ല കട്ടിക്കുള്ള തൈരാണ് ചേർക്കേണ്ടത്. നന്നായിട്ട് ആറിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള തൈര് ചേർക്കാം. ആദ്യം നമ്മളൊരു 1/2 കപ്പ് മുതൽ 3/4 കപ്പ് വരെ ചേർത്ത് നോക്കാം. അപ്പം നമ്മൾ എടുത്തിരിക്കുന്ന കഷ്ണത്തിനനുസരിച്ച് വേണം ചേർക്കാൻ, അതുപോലെ തിക്നെസ്സിനനുസരിച്ചും. ചില സ്ഥലങ്ങളിലാണെങ്കിൽ നല്ല തിക്കായിട്ടാണ് പച്ചടി ഉണ്ടാക്കുന്നത്. അപ്പം അങ്ങനെ വേണ്ടെന്നുണ്ടെങ്കിൽ കുറച്ച് തൈര് മാത്രം ചേർത്താൽ. പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കുന്നത് അല്പം പുളിയുള്ള തൈര് ചേർക്കുകയാണെങ്കിൽ കുറച്ചും കൂടി നന്നായിരിക്കും. എന്താണെങ്കിലും ഈ പച്ചടിയിൽ ചേർക്കുന്ന തൈര് അല്പം പോലും വെള്ളം ചേർക്കാതെ വേണം ഇത് അടിച്ചെടുക്കേണ്ടത്. അപ്പോൾ മിക്സിയിലിട്ടൊന്നും അടിക്കേണ്ട, ഒരു ഫോർക്ക് ഉപയോഗിച്ച് അടിച്ചാൽ മതി. അപ്പം ഈ തൈര് നമ്മൾ ചേർത്ത് നമ്മുടെ പച്ചടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തൈര് ചേർത്ത ശേഷം ഫൈനലായിട്ട് ഇതിൻ്റെ ഉപ്പൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കണം. ഉപ്പ് പോരാന്നുണ്ടെങ്കിൽ നമുക്കതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ ഏറ്റവും ലാസ്റ്റായിട്ട് ഇതിലേക്ക് ഞാൻ എപ്പോഴും ഒരു 1/2 ടീസ്പൂണോളം പഞ്ചസാര ചേർത്ത് കൊടുക്കാറുണ്ട്. അത് ഓപ്ഷണലാണ്, നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ മാത്രം മതി. അപ്പോൾ പച്ചടിക്ക് ഒരു ചെറിയൊരു സ്വീറ്റ്നെസ് വരും. അപ്പോൾ പുളിയും തൈരിൻ്റെ പുളിയും ഒരു ചെറിയ സ്വീറ്റ്നെസ്സും എല്ലാം കൂടി വരുമ്പോൾ നല്ല ടേസ്റ്റായിരിക്കും. ഇത് വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും, വളരെ ഈസിയാണ്, എന്നാൽ നല്ല ടേസ്റ്റുമാണ് കഴിക്കാൻ.
നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ഈസി ആയിട്ടുള്ള മത്തങ്ങ പച്ചടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായി എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. വളരെ എളുപ്പമല്ലേ ഇത് ഉണ്ടാക്കിയെടുക്കാൻ. അപ്പോൾ വീട്ടിലെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത്. അതുപോലെ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ സപ്പോർട്ട് ചെയ്യുകയും വേണം, വീഡിയോ ഇഷ്ടമായെങ്കിൽ മാത്രം. അപ്പോൾ ഇനി നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.